എല്ലാവർക്കും BSc സ്റ്റഡി വേൾഡിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആയിരുന്നു എടുത്തിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. RTIയുമായി ബന്ധപ്പെട്ട നമ്മുടെ മൗലിക അവകാശം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. RTI അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട മൗലിക അവകാശം. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട മൗലിക അവകാശം ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19(1)(a). ആർട്ടിക്കിൾ 19(1)(a) മൗലിക അവകാശവുമായി അതായത് വിവരാവകാശവുമായി ബന്ധപ്പെട്ട മൗലിക അവകാശം ഏതാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19(1)(a). ഇനി ഈ വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ചിലപ്പോൾ നമുക്ക് മെയിൻ എക്സാമിനൊക്കെ എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഒന്ന് നോക്കി മനസ്സിലാക്കി വയ്ക്കാം. പൗരന്മാർക്ക് വിവരങ്ങൾ അറിയുന്നതിനുള്ള അവകാശം. പൗരന്മാർക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പൗരന്മാർക്ക് വിവരം അറിയാനുള്ള അവകാശം. അതിനെപ്പറ്റി പറയുന്നത് സെക്ഷൻ 3-ലാണ്. നെക്സ്റ്റ്, അഴിമതി നിയന്ത്രിക്കുക. അഴിമതി നിയന്ത്രിക്കുക എന്നുള്ളത് ഇതിൻ്റെ വേറൊരു ലക്ഷ്യമാണ്. പിന്നെ ഉദ്യോഗസ്ഥർക്ക് ഇടയിൽ എന്താണ്? ഉത്തരവാദിത്ത ബോധം വളർത്തുക. ഉദ്യോഗസ്ഥർക്ക് ഇടയിൽ ഉത്തരവാദിത്ത ബോധം വളർത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷ്യം. നാലാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്? ഒന്ന്, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട മൗലിക അവകാശം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അതിൻ്റെ ആർട്ടിക്കിൾ 19(1)(a) ആണ്. ഇനി ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൗരന്മാർക്ക് വിവരം അറിയുന്നതിനുള്ള അവകാശം. അത് സെക്ഷൻ 3-ൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ അഴിമതി നിയന്ത്രിക്കുക. ഉദ്യോഗസ്ഥർക്കിടയിൽ എന്താണ്? ഉത്തരവാദിത്ത ബോധം വളർത്തുക. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. പക്ഷെ കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് സെക്ഷൻസിന്റെ കാര്യങ്ങൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷൻസ് നമ്മൾ ആദ്യം 2-3 ചാപ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചാപ്റ്റർ 6, ചാപ്റ്റർ 3, ചാപ്റ്റർ 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണെന്ന് പറഞ്ഞിരുന്നു. ചാപ്റ്റർ 5-ൽ ആണ് കേന്ദ്രവും സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അവരുടെ ചുമതലകളെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നത് ചാപ്റ്റർ 5-ലാണെന്നും പറഞ്ഞിരുന്നു. ഇനി അടുത്ത സെക്ഷൻസ് ആണ്. പ്രധാനപ്പെട്ട സെക്ഷൻസ് മാത്രമാണ് നമ്മൾ നോക്കണുള്ളൂ. സെക്ഷൻ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ പറ്റി പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 12. സെക്ഷൻ 15 സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. സെക്ഷൻ 19 അപ്പീലുകളെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 20 പിഴകൾ അല്ലെങ്കിൽ പെനാൽറ്റീസിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 7 അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 7-ലാണ്. ഇനി സെക്ഷൻ 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരാവകാശ നിയമങ്ങൾ ബാധകമല്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്. രാജ്യസുരക്ഷ, പിന്നെ കോടതിയിലിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വിവരാവകാശം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 8-ൽ പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണം. സെക്ഷൻ 15 സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണം. സെക്ഷൻ 19 അപ്പീലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. സെക്ഷൻ 20-ൽ പിഴകൾ അല്ലെങ്കിൽ പെനാൽറ്റീസിനെ പറ്റി പ്രതിപാദിക്കുന്നു. സെക്ഷൻ 7 അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. സെക്ഷൻ 8 വിവരാവകാശ നിയമങ്ങൾ ബാധകമല്ലാത്ത അവസ്ഥകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതായത് രാജ്യസുരക്ഷ, കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നത് സെക്ഷൻ 8-ലാണ്. സെക്ഷൻ 8-ൽ നമ്മൾ ഒഴിവാക്കപ്പെട്ട, അതായത് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമല്ലാത്ത വിവരങ്ങളെ പറ്റി ഏതൊക്കെ മേഖലകളിലുള്ള വിവരങ്ങളാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതെന്ന് സെക്ഷൻ 8-ലാണ് പറയണതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 5-10 വിവരങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ഓരോ 3-4-5 മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. കാരണം സ്കാറ്റ് ടെക്സ്റ്റ് ബുക്സിൽ അതേപോലെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. അപ്പോൾ ഫസ്റ്റ്
രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന കാര്യങ്ങൾ, ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ, അതായത് നമുക്ക് പൗരന്മാർക്ക് ലഭ്യമല്ലാത്ത വിവരങ്ങൾ. ഒന്നാമത്തേത് രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന കാര്യങ്ങൾ. സെക്കൻഡ് കോടതിയുടെ പരിഗണനയിലുള്ളവ, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല. വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായ വിവരങ്ങൾ, വ്യക്തിയുടെ ജീവനും ഒരു സ്വകാര്യ വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായിട്ടുള്ള വിവരങ്ങളാണെങ്കിൽ അതും തരില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ചത്, അതായത് പരസ്പര വിശ്വാസത്തോടു കൂടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന വിവരങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മുടെ യുദ്ധവിമാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിർത്തികളും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ പരസ്പര വിശ്വാസത്തോടു കൂടി ഷെയർ ചെയ്യുന്നുണ്ടാവും വിദേശ രാജ്യങ്ങളുമായിട്ട്. അവയൊന്നും നമുക്ക് ലഭിക്കില്ല. പിന്നെ ചില മന്ത്രിസഭാ രേഖകൾ, എല്ലാ മന്ത്രിസഭാ രേഖകളും കിട്ടില്ല എന്നല്ല, ചില മന്ത്രിസഭാ തീരുമാനങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല. വ്യക്തിയുടെ സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ, സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. പാർലമെന്റ്, നിയമസഭ ഇവരുടെ അവകാശ ലംഘനത്തിന് കാരണമായ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുകയില്ല. കുറ്റവാളിയുടെ വിചാരണ, അറസ്റ്റ് ഇവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാലും നമ്മുടെ അപേക്ഷ നിരസിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് അപേക്ഷ ലഭ്യമല്ലാതാകുന്ന വിവരങ്ങൾ ഒഴിവാക്കപ്പെടുന്നവയാണ് ഈ പറയുന്നത് രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ. കോടതിയുടെ പരിഗണനയിലുള്ള വസ്തുതകൾ, വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായ വിവരങ്ങൾ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ചവ, പരസ്പര വിശ്വാസത്തോടുകൂടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള വിവരങ്ങൾ അവ ലഭിക്കില്ല. ചില മന്ത്രിസഭാ തീരുമാനങ്ങൾ, വ്യക്തിയുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ, ഇവയൊന്നും നമുക്ക് ലഭിക്കില്ല. പാർലമെന്റ്, നിയമസഭ ഇവയുടെ അവകാശ ലംഘനത്തിന് കാരണമായ വിവരങ്ങൾ. കുറ്റവാളികളുടെ വിചാരണ, അവരുടെ അറസ്റ്റ് ഇവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇത്രയും 8 കാര്യങ്ങൾ, ഏകദേശം ഇത്രയും 8 കാര്യങ്ങൾ, ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നതല്ല. ഇനി വിവരാവകാശ നിയമങ്ങളുടെ ഒന്നും ബാധകമല്ലാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട് നമ്മുടെ. അതായത് ഇന്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അങ്ങനെയുള്ള ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ സെൻട്രൽ സേനകൾ, പോലീസ് ഫോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ISRO അങ്ങനെയുള്ള കാര്യങ്ങളുമായി, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അല്ലെങ്കിൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡ്, അങ്ങനെയുള്ള രീതികളും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നതല്ല. പക്ഷെ അവിടുത്തെ അവിടുത്തെ വ്യക്തികളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. പക്ഷേ അല്ലാതെയുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ഒന്ന് ഇന്റലിജൻസ് ബ്യൂറോ, IB, CEIB, സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, പിന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡ്, ഏവിയേഷൻ റിസർച്ച് സെൻറ്റർ, അങ്ങനെയുള്ള CBI, ISRO, NSG, നാർക്കോട്ടിക് സെക്യൂരിറ്റി ഗാർഡ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, പിന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, അങ്ങനെയുള്ള കേന്ദ്ര സേനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഒന്നും നമുക്ക് ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതല്ല. പക്ഷേ ഈ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. പക്ഷേ മെയിൻ കാര്യങ്ങളൊന്നും ലഭിക്കുന്നതല്ല. കാരണം ഇതിലുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന കാര്യങ്ങൾ, കോടതിയുടെ പരിഗണനയിലുള്ളവ, വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായവ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളവ, ചില മന്ത്രിസഭാ രേഖകൾ, വ്യക്തിയുടെ സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ, പാർലമെന്റ്, നിയമസഭ ഇവയുടെ അവകാശ ലംഘനത്തിന് കാരണമായ വിവരങ്ങൾ, കുറ്റവാളികളുടെ വിചാരണ, അറസ്റ്റ് ഇവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പിന്നെ മെയിൻ സ്ഥാപനങ്ങളായ IB, CEIB, NCB, ARC, SSF, CBI, ISRO പോലുള്ള സ്ഥാപനങ്ങളിലെ വിവരങ്ങളൊന്നും വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ആവശ്യപ്പെടാനും സാധിക്കില്ല, നമുക്ക് കിട്ടുകയില്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ്. കേന്ദ്ര സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ അഥവാ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ
ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കുറയാത്ത വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ടാവും. അതായത് ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-ന്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കുറയാത്ത ഇൻഫോർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാകും അംഗങ്ങളായിട്ട്. അപ്പം മാക്സിമം 11 പേര് ആവാം. വിവരാവകാശ കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ മാക്സിമം 11 പേര് അംഗങ്ങളായിട്ടുണ്ടാവും. അതിൽ 10 പേര് ഇൻഫോർമേഷൻ കമ്മീഷണർമാരും ഒരാൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരിക്കും. ഇനി ഈ വിവരാവകാശ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. അതായത് വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കുന്ന സമിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവും പിന്നെ ആരാണ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും കൂടിയാണ് ഈ വിവരാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. രാഷ്ട്രപതി. ഇവരെ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ഇവരെ ഈ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. പക്ഷെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ വിവരാവകാശ കമ്മീഷണർമാരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ പിരിച്ചുവിടാൻ കഴിയുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് സാധിക്കുകയുള്ളൂ. അത് ഏത് അവസരത്തിലാണെന്ന് വെച്ചാൽ വിവരാവകാശ കമ്മീഷണറുടെ ഒരു ദുർവൃത്തി തെളിയിക്കപ്പെടുകയോ അല്ലെങ്കിൽ അപ്രാപ്തി തെളിയിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ സുപ്രീം കോടതിന് ഇവരെ പിരിച്ചുവിടാൻ രാഷ്ട്രപതിയോട് നിർദ്ദേശിക്കാവുന്നതാണ്. എന്തെങ്കിലും ദുർപ്രവൃത്തി തെളിയിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ അപ്രാപ്തി തെളിയിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ സുപ്രീം കോടതിനെ ഇവരെ പിരിച്ചുവിടാൻ രാഷ്ട്രപതിയോട് നിർദ്ദേശിക്കാവുന്നതാണ്. ഇനി ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവൻ ന്യൂഡൽഹി. നേരത്തെ ഇത് ആഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു. ഇപ്പം അത് മാറി CIC ഭവൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. സെൻട്രൽ വിവരാവകാശ കമ്മീഷന്റെ കാലാവധി, അതിലെ അംഗങ്ങളുടെ കാലാവധി നിശ്ചയിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇപ്പൊ 3 വർഷമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു അവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ഈ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ, കേന്ദ്ര വിവരാവകാശ കമ്മീഷണറിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. ആദ്യത്തെ ലേഡി എന്ന് പറയുന്നത് ദീപക് സന്ധുവും രണ്ടാമത്തെ ലേഡി സുഷമ സിംഗുമാണ്. ഏറ്റവും ആദ്യത്തെ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ്. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായാണ് വജാഹത്ത് ഹബീബുള്ള. ഫസ്റ്റ് ലേഡി ദീപക് സന്ധു, സെക്കൻഡ് ലേഡി സുഷമ സിംഗ്. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കുറയാത്ത അംഗങ്ങളും, അതായത് മാക്സിമം 11 പേര്. നിയമിക്കുന്ന ഈ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്ന സമിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇനി നിയമനം നടത്തുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാജി സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഇവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. പക്ഷേ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ നിർദ്ദേശിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ ഒരു ദുർപ്രവൃത്തി തെളിയിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇവരുടെ അപ്രാപ്തി തെളിയിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ സുപ്രീം കോടതി രാഷ്ട്രപതിയോട് ഇവരെ തൽസ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടാൻ പറയാവുന്നതാണ്. ഇനി
കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവൻ ന്യൂഡൽഹി. നേരത്തെ ഇത് ആഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു. ഇപ്പൊ ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് ഇപ്പൊ കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. കേന്ദ്ര സർക്കാരാണ് ഇവരുടെ കാലാവധി തീരുമാനിക്കുന്നത്. ഇപ്പൊ 3 വർഷമാണ്. നേരത്തെ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു. ഇനി ഏറ്റവും ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് വജാഹത്ത് ഹബീബുള്ളയാണ്. ഫസ്റ്റ് ലേഡി ദീപക് സന്ധു ആണ്. സെക്കൻഡ് ലേഡി സുഷമ സിംഗ് ആണ്. ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹ. ചിലപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നിലവിൽ യശ്വർദ്ധൻ കുമാർ സിൻഹ. നെക്സ്റ്റ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന് നിലവിൽ വന്നത് 2005 ഡിസംബർ 19. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19. ഇതിൽ ആകെ 11 മെമ്പേഴ്സ്, മാക്സിമം 11 മെമ്പേഴ്സ് ഉണ്ടാവാം. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കുറയാത്ത അംഗങ്ങളും. അപ്പം മാക്സിമം 11. നെക്സ്റ്റ് ഇവരെ തെരഞ്ഞെടുപ്പ് സമിതിയിൽപ്പെട്ടത് മുഖ്യമന്ത്രിയും നിയമസഭാ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയുമാണ്. അതായത് മുഖ്യമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി. നെക്സ്റ്റ് ഇവരുടെ നിയമനം. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് ഗവർണറാണ്. ഇവർ രാജി സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരിലാണ്. ഇപ്പോഴത്തെ കാലാവധി 3 വർഷമാണ്. ഇനി ആദ്യത്തെ കേരള സംസ്ഥാനത്തെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പാലാട്ട് മോഹൻദാസ് ആയിരുന്നു. അദ്ദേഹം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആളാണ് ആര്? പാലാട്ട് മോഹൻദാസ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പാലാട്ട് മോഹൻദാസ് ആണ്. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേരളത്തിന്റെ വിശ്വാസ് മേത്തയാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19. മാക്സിമം 11 മെമ്പേഴ്സ്, ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കുറയാത്ത കമ്മീഷണർമാരുമാണ് ഉള്ളത്. ഇത് നിയമിക്കുന്നതിനുള്ള സമിതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി. തെരഞ്ഞെടുക്കുന്നത് സമിതി ഇതാണ്. പക്ഷെ ഇവരെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഇവർ രാജി സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. ഇനി ഇവരെ പിരിച്ചുവിടാൻ പറ്റുന്നത് സുപ്രീം കോടതി പറയാണ് ഇവരെ കാര്യങ്ങൾ അപ്രാപ്തിയുള്ളവരാണ് അല്ലെങ്കിൽ പ്രാപ്തിയില്ലാത്തവരാണെന്ന് അറിയോ, അല്ലെങ്കിൽ ഇവരുടെ ദുർപ്രവൃത്തി വെളിച്ചത്ത് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ സുപ്രീം കോടതിക്ക് പറയാവുന്നതാണ്. ഇനി ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് ഇപ്പോൾ 3 വർഷമാണ്. ഇവരുടെ കാലാവധി കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഇപ്പോഴത്തെ കാലാവധി 3 വർഷമാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. അദ്ദേഹം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ വിവരാവകാശ കമ്മീഷണറായ വ്യക്തിയാണ് ആര്? പാലാട്ട് മോഹൻദാസ്. ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരുവിധമൊക്കെ ഇൻഫോർമേഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാ ലെവലിലും എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഇപ്പോൾ വിവരാവകാശ കമ്മീഷനും വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏകദേശം പോയിന്റുകളെല്ലാം കളക്ട് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.